ആമേൻ ഹല്ലേലൂയ സ്തോത്രം കർത്താവേ ആമേൻ ഹല്ലേലൂയ സ്തോത്രം കർത്താവേ ആമേൻ ഹല്ലേലൂയ സ്തോത്രം കർത്താവേ ആമേൻ ഹല്ലേലൂയ സ്തോത്രം കർത്താവേ ആമേൻ പലരും നിന്ദിക്കുമ്പോൾ പൗലോസ് ചിന്തിച്ചു എനിക്ക് സ്നേഹം കാണിച്ചവർ എന്റെ പ്രിയപ്പെട്ടവർ എന്റെ കൂടെ നിൽക്കുമെന്ന് പറഞ്ഞവർ എനിക്ക് കഷ്ടത കടന്നു വന്നാൽ എന്നെ പിടിച്ചു നിർത്തുമെന്ന് പ്രതീക്ഷിച്ചവർ അവയെ തനിക്കെതിരെ നിന്നപ്പോൾ പൗലോസ് ചിന്തിച്ചു കാണുന്ന താവേ അവയെ സ്വന്തം എന്റെ കൂടെ നിൽക്കുന്നവരൊക്കെ എനിക്ക് സസാധനം ആമേൻ ഹല്ലേലൂയ സ്തുതിക്കുന്ന കർത്താവേ ദൈവം ജനകാരകം ഹല്ലേലൂയ സ്തോത്രം ആമേൻ ഹല്ലേലൂയ സ്തോത്രം യേശുവേ സ്തോത്രം ആമേൻ ഹല്ലേലൂയ സ്തോത്രം ആമേൻ ഹല്ലേലൂയ സ്തോത്രം യേശുവേ സ്തോത്രം ആമേൻ രഗതമരേഖം ജനകാരകതമാ ഹല്ലേലൂയ സ്തുതിക്കുന്ന സ്തോത്രം കർത്താവേ ആമേൻ ഹല്ലേലൂയ സ്തോത്രം ആമേൻ കൊണ്ടുവന്നു എങ്കിൽ ദൈവത്തിനൊരു പദ്ധതി ദൈവം ഇവർക്ക് അനുകൂലമല്ല, യവൻ കുലപാതകമാണ്, ഒരു പാവിയാണ് എന്ന് പറഞ്ഞു മുദ്ര കുത്തുമ്പോൾ ഇന്ന് രാത്രി ആത്മാവിന് പറയട്ടെ, ജീവിതത്തിന്റെ മേഖലകളിൽ നീ ഒറ്റപ്പെട്ട അനുഭവത്തിലായിരിക്കും ആയിരിക്കുന്നത്. നിന്റെ പാവത്തിന്റെ ഫലമായി അനുഭവിക്കുമെന്ന് പറഞ്ഞിരിക്കാമെങ്കിലോ പറയുന്ന കാര്യമുണ്ടോ? നിന്നൊരു ദൈവകൃപയുണ്ടോ? ഒരേവരെ ക്രിസ്തുവിലേക്ക് ആലയിക്കുവാൻ നിന്നെ കണ്ടിരിക്കുമ്പോൾ ഏൽപ്പിച്ചു കൊടുക്കുമെന്നത് നീ ചിന്തിക്കാത്ത നിലവാരത്തിൽ കൂടി ജീവിതത്തിൽ ഒത്തിരി അനുഭവങ്ങൾ പറയുവാനുണ്ട്. അതൊന്നും പറയാൻ ആഗ്രഹിക്കുന്നെങ്കിലോ ജീവിതത്തിൽ ഒറ്റപ്പെടുത്തി ഹാലിൽ മാറ്റി നിർത്തിയവരുടെ നടുവിൽ ഒറ്റപ്പെട്ടു എന്ന് ചിന്തിച്ച് ഭാരപ്പെട്ട് അനവധി സാഹചര്യങ്ങൾ ജീവിതത്തിൽ കയറി വന്നിരുന്നാൽ അവിടെ കൈവിടാത്തൊരു ദൈവമുണ്ട്. വിദ്യാഭ്യാസ യോഗ്യം നോക്കി, കുടുംബത്തിൻ്റെ ശ്രേഷ്ഠം നോക്കി, സൗന്ദര്യം നോക്കി പലരും മാറ്റി നിർത്തുമ്പോൾ ഒന്ന് പാടില്ലാത്ത, ഒന്ന് പ്രശസ്തി പാടില്ലാത്ത ഒരു കഴിഞ്ഞിട പുറത്ത് കടന്നു പോകുമ്പോൾ കഴിഞ്ഞ ചിന്തിച്ചു അതിൽ പല പലാനുകൾ ഇരിക്കുന്നുണ്ട്. സകലതും ഒരുക്കി അത് യാത്ര ചെയ്യുമ്പോൾ കഴിഞ്ഞ ചിന്തിച്ചു കഴിഞ്ഞതായ ഹാല് കുടുംബത്തിന്റെ ശ്രേഷ്ഠതയോ അതിന്റെ മാന്യതയൊന്നും അങ്ങനെയല്ല. അതികൾ സകലത്തിനും വേണ്ടെടുത്ത ദൈവം ഹാലമില്ല
കരുണയാ. ആമേ സ്തോത്രം. ഒരു വാക്യം നീ പറയുവാനില്ല, ഒന്നും കൂടുവാനില്ല. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ഇവിടെ പൗലോസ് പറയുന്ന കാര്യം, ഹല്ലേലൂയ, അവൻ ചത്തു വീഴുമെന്നാ നോക്കി നിൽക്കുക. ചത്തു വീഴുമെന്നൊക്കെ നോക്കിയിരിക്കുന്ന നടുവിൽ ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ ജീവിതത്തെ നോക്കി എന്ത് ഭവിക്കുമെന്ന് കാണുവാൻ ആമേ പലരും നോക്കിയിരിക്കുക. ഇവനൊരു കഷ്ടത വേണം, ഇവനൊരു അർത്ഥം വരണം, അവേ ഇവൻ ആ നാശത്തിലേക്ക് പോകണമെന്ന് പലരും നോക്കിയിരിക്കുമ്പോൾ ആമേ സ്തോത്രം പലരും നമ്മെ ആമേ പൗലോസ് ചിന്തിച്ചാണ് കർത്താവേ ആമേ എന്തുകൊണ്ടാണ് മറന്നുപോയത്. ഹല്ലേലൂയ. ഇവിടെ കർത്താവേ കടലിൽ രക്ഷപ്പെട്ടിട്ടാ ആമേ ഇവിടെ മുമ്പ് നിന്ദിക്കപ്പെടുവാനായിട്ടാണോ ഞാൻ ഇവിടെ കടന്നു ആമേ തന്നിൽ വ്യാപിച്ചിരുന്ന ദൈവശക്തിയാൽ ആ അണലിയെ കുടഞ്ഞു കളയുവാൻ തയ്യാറായി. അനേകപേരെ തകർന്നു കളഞ്ഞാണലി. ഹല്ലേലൂയ. അനേകരെ കൊന്നു കളഞ്ഞാണലി. ഹല്ലേലൂയ. അവിടെ കൂടിയിരിക്കുന്ന പലർക്കും അറിയാം ഈ അണലി അനേകരെ കൊന്നു കളഞ്ഞ. അതുകൊണ്ട് അവർ നോക്കിയിരുന്നു അവിടെ വീഴ്ച കാണുവാൻ. ആമേ ഇന്ന് രാത്രികാലം ജീവിതത്തിന്റെ മേഖലയിൽ പലരും നോക്കിയാൽ ഇവൻ വീടുപോയി, ഇവൻ തകർന്നുപോയി എന്ന് എഴുതുമ്പോൾ ഇന്ന് രാത്രികാലം നിന്നിൽ വ്യാപരിക്കുന്ന ദൈവകൃപയാൽ ഇന്ന് രാത്രി ആകാവിൽ കുടഞ്ഞു കളയുവാൻ തയ്യാറാകുന്നുവെങ്കിൽ നിന്നെ പറ്റിപ്പിടിച്ചിരിക്കുന്ന അണലി പോലെയുള്ള പ്രശ്നങ്ങളെ ഇന്ന് രാത്രി ദൈവിക പ്രവർത്തനത്തിലെ വിഷയങ്ങളെ ദൈവമായിട്ടുണ്ട്. അവയെ ഇന്ന് രാത്രികാലം വിശ്വസിക്കുന്നു പോയി ഇന്ന് രാത്രി ഏൽപ്പിച്ചു കൊടുക്കുക. അവിടെ പറയുന്നൊരു കാര്യമുണ്ട്. ഹല്ലേലൂയ. അവരോ ആ ജന്തുവിനെ തീയിൽ കുടഞ്ഞു ദോഷമൊന്നും പറ്റിയില്ല. അവൻ വീർക്കുകയോ പെട്ടെന്ന് ചത്തി വീഴുകയോ ചെയ്യുമെന്ന് വെച്ചിട്ടാ അവർ കാത്തു നിന്നു. അവർ പോയില്ല, അവന്റെ വീഴ്ച കാണുവാൻ നോക്കി നിൽക്കുക. നമ്മുടെ ജീവിതത്തിൽ പലരും നോക്കി നിൽക്കുന്നവരുണ്ട്. ഹല്ലേലൂയ. ഇവന്റെ വീഴ്ച കാണുവാൻ, ഇവന്റെ പരാജയം കാണുവാൻ നോക്കിയിരിക്കുന്ന നടുവില ആവേ സ്തോത്രം. ഹാലില് നോക്കിയിരിക്കുന്ന നടുവില ആവേ സ്തോത്രം. വളരെ നേരം കാത്തു നിന്നിട്ടും അവൻ ആപത്തൊന്നും ഭവിക്കുന്നില്ല എന്ന് കണ്ട് ആമേ സ്തോത്രം മനസ്സ് മാറി അവനൊരു ദേവൻ എന്ന് പറഞ്ഞു. ഹാലിൽ വളരെ നേരം കാത്തു നിന്നു. ആമേ അവൻ ആപത്തൊന്നും പറ്റുന്നില്ല എന്ന് മനസ്സിലായപ്പോൾ അവനൊരു ദേവൻ എന്ന് പറഞ്ഞു. എന്തിനാ അണലി അവിടെ കടന്നു വന്നത്? ദൈവത്തിന്റെ പ്രവൃത്തിയോടെ അവിടെ അവിടെ കടന്നു വന്നില്ല, അവനെ കൈക്ക് പറ്റി പിടിച്ചില്ല എങ്കിൽ ആമേ അവിടെ കൂടിയിരിക്കുന്ന ദൈവിക പ്രവൃത്തി കാണത്തില്ലായിരുന്നു. എന്നാൽ ആമേ സ്തോത്രം അവിടെ കൂടിയിരുന്നവരുടെ നടുവിൽ ആമേ ദൈവിക മഹത്വവും ദൈവിക പ്രവൃത്തിയും വെളിപ്പെടുവാൻ ദൈവ അവസ്ഥ ഒരുക്കി. ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ അവൻ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ഒന്നിനു പുറകെ ഒന്നായി ആഞ്ഞെടുക്കുന്നുവോ ആമേ മറുപടിയുമായി നിൽക്കുവാൻ ദൈവം അവസ്ഥ ചത്തു വീഴുമെന്ന് നോക്കിയിരിക്കുന്ന നടുവിൽ കാത്തു നിന്നവരുടെ നടുവിൽ അവർ ദേവൻ എന്ന് പറയുവാനായിരുന്നു. രാത്രികാലം ആമേ ഇവിടെ ആയിരിക്കുന്നത് ഇതിലൂടെ ദൈവത്തിന്റെ ആത്മ പറയുന്ന ഒരു കാര്യം, നീ വീർക്കും ചത്തു വീഴാൻ നിനക്കൊരു രക്ഷയുമില്ല, നീ ഒന്നിനും കൊള്ളത്തില്ല, ഇതോടെ തീർന്നു. ആമേ ഇനി എന്തോ വിടുതൽ അതിന്റെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നു എന്നൊക്കെ ചോദിക്കുന്ന നടുവിൽ ഹല്ലേലൂയ നീ ദൈവത്തെ ആശ്രയിക്കുന്നു ജാതികൾ അറിയാം. ആമേ നിന്റെ മാറ്റി നിർത്തുന്ന നടുവിൽ ഒരു മാന്യതയാണ്. പാട്ടുകാരൻ പാടിയതുപോലെ ഹല്ലേലൂയ സ്വന്തമായി ഒന്നുമേ നിനക്കില്ലാതെ പോകിലും സ്വന്തമായി ഉള്ളവരോ എല്ലാറ്റിനും ജീവിതത്തിൽ സ്വന്തമായി ഒന്നും നമുക്കില്ലയോ. ഹല്ലേലൂയ. എന്നാൽ എല്ലാത്തിനും ഉടയനായ ദൈവം നമ്മുടെ കൂടെയുണ്ട്. ആരെല്ലാം നിന്നെ അകറ്റി നിർത്തിയാലും അകറ്റി നിർത്താത്ത ദൈവം കണ്ണാലെ നാം കാണുന്നവർ പലരും കണ്ടില്ല എന്ന് നടക്കും നമ്മെ നോക്കി പോകുമ്പോൾ കാണുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ജീവിതത്തിൽ നടുവിൽ ഒറ്റപ്പെട്ടു എന്ന് നീ പലപ്പോഴും ചിന്തിക്കുന്നുവെങ്കിൽ ഇന്ന് രാത്രി ആത്മാവിൽ പറയട്ടെ, നീ ഒറ്റയ്ക്കല്ല, നിന്റെ കൂടെ ഉള്ള ദൈവം വലിയവനാ. ഹല്ലേലൂയ. ആ വലിയവനായ ശ്രേഷ്ഠനായി നാം മനസ്സിലാക്കി ആവേ ജീവിതത്തിലെ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും കടന്നു വരുമ്പോൾ ഭയപ്പെട്ട് മാറിയിരിക്കാതെ ആത്മാവിൽ കുടഞ്ഞു കളയുവാൻ തയ്യാറാകുന്നുവെങ്കിൽ ദൈവിക പ്രവൃത്തിയുടെ ജീവിതത്തിൽ വെളിപ്പെടുവാനായി തീരും. ഹല്ലേലൂയ. ആമേ സ്തോത്രം. ദൈവം ചെയ്ത എല്ലാം നമ്മൾക്കായി സ്തോത്രം. ഹല്ലേലൂയ. സമയത്ത് ദൈവസഭയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട്